ജീവിതയാത്രയിൽ പ്രിയരെ, സകലതും അസ്തമിച്ചു എന്ന് നാട്ടുകാർ, വീട്ടുകാർ, എന്തിന് തൻ്റെ സ്വന്തം ഭാര്യ പോലും വിളിച്ചു പറഞ്ഞ സാഹചര്യത്തിലും ജോബ് എന്ന് പറയുന്ന ഭക്തനാകുന്ന മനുഷ്യൻ കർത്തൻ്റെ സാന്നിധ്യത്തിൽ കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുക, ഞാൻ കഴിക്കുന്ന ആഹാരത്തെക്കാട്ടിലും എൻ്റെ കർത്താവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനങ്ങൾ എനിക്കേറെ ബലം തരുന്നതാണ്, വിശ്വാസമാണ്. അങ്ങനെ താൻ അടിയുറച്ച് വിശ്വസിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ ജീവിതയാത്രയിൽ പൈശാചിക ശക്തികൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന സകല കെണികളെയും ഉടച്ചു കളഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടമായി പോയോ ആ നഷ്ടപ്പെട്ടു പോയതിനെ എല്ലാം ഇരട്ടിയായി മടക്കി പിടിച്ചുകൊണ്ട് താൻ വീണ്ടും ജീവിതയാത്ര മുമ്പോട്ട് തുടർന്നു എങ്കിൽ, പ്രിയ ദൈവവൈതലേ, നിനക്കെതിരായിട്ട് നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കാം, സ്വന്തം വീട്ടിൽ നിന്നായിരിക്കാം, സ്വന്തം രക്തബന്ധങ്ങളാകട്ടെ കുറ്റം പറയുകയും പള്ളു പറയുകയും നിന്നെ ഒറ്റപ്പെടുത്തുകയും കണ്ണുനീരിൻ്റെ അവസ്ഥയ്ക്കകത്തിലേക്ക് തള്ളിവിടുകയും ഒക്കെ ചെയ്ത് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ, പ്രിയ ദൈവവൈതലേ, കർത്താവിൽ നിന്ന് നീ കേട്ട ആ വാഗ്ദത്തങ്ങളെ, വചനത്തിൽ കൂടെ ഇടപെട്ട ദൂതുകളെ യഥാർത്ഥമായി കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചുകൊണ്ട് അത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അത് തന്നെ ഉരുവിട്ടുകൊണ്ട് നീ മുമ്പോട്ട് ചുവടുവെക്കുവാൻ തയ്യാറാകുന്നു എങ്കിൽ, അസ്ഥി താഴ്വരയ്ക്കകത്ത് ആ അസ്ഥികളെല്ലാവരും ഒരു സൈന്യമായി എഴുന്നേറ്റ് വരുന്നത് വരെ ദൈവത്തിൽ നിന്ന് കേട്ട ആ ദൂതിനനുസരിച്ച് താൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ അസ്ഥികൾ ഒരു സൈന്യമായി എഴുന്നേറ്റ് വന്നു എങ്കിൽ, ഇപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ മേൽ നിലനിൽക്കുന്ന സകല ശൂന്യതകളെയും നോക്കിയിട്ട് അധികാരത്തോടെ വിളിച്ചു പറ, കേട്ട വാഗ്ദത്തവും പറഞ്ഞ ദൈവത്തെയും ഞാൻ വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഉദ്ധാരണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് നീ വിശ്വാസത്തോടെ ചുവട് വെക്കുന്നു എങ്കിൽ നിശ്ചയമായും അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ തുടങ്ങുന്നു എന്ന് ഞാൻ ആ ഒരു പ്രവചനദൂത് പോലെ ഇത് കൈമാറുക. അത് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, ആമീൻ പ്രഖ്യാപിക്കുക. നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകും. പിശാചിൻ്റെ തന്ത്രമാണ് നിന്നെ നാശത്തിലേക്ക് തള്ളിയിടുക എന്നുള്ളത്. എന്നാൽ എൻ്റെ കർത്താവ് വചനത്തിൽ കൂടെ നമുക്ക് ഉറപ്പ് തരുന്നു, സമൃദ്ധിയായ ജീവനാണ് കർത്താവിൻ്റെ കരത്തിലുള്ളത്. അതുകൊണ്ട് നീ സമൃദ്ധി പ്രാപിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ കർത്തൻ നിന്നെ സഹായിക്കും. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.